السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. له معقبات من بين يديه ومن خلفه يحفظونه من أمر الله إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال. صدق الله مولانا العلي العظيم. ഏറെ ധന്യമായ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ സമാദരണീയരായ ഉലമാക്കളെ, ഉമറാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഒട്ടേറെ സ്മരണകളും ഓർമ്മകളും തങ്ങി നിൽക്കുന്ന ഒരു പവിത്രമായ മണ്ണിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളക്കരയ്ക്ക് തന്നെ അഭിമാനമായ മമ്പുറം മഖാമ് കേരളത്തിലെ മുസ്ലിം കൈരളിക്ക് ഏകദേശം 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നേതൃത്വം കൊടുത്ത് ഒരു മാതൃകാപരമായ ജീവിതം കാണിച്ചു തന്ന മമ്പുറം സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ 187-ാം ആണ്ട് നേർച്ചയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ മമ്പുറം തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, തങ്ങളുടെ മദത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ വരികയും അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്യുന്നതിനോടൊപ്പം ഇവിടെ വന്നുകൊണ്ട് ആണ്ട് നേർച്ചയിലേക്ക് ആ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് വന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും മമ്പുറം തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പഠിച്ചുകൊണ്ട് ആ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ടേണ്ട, നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തി അത്തരമൊരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു തീരുമാനത്തോടെ ആയിരിക്കണം ഇവിടെ നിന്ന് പോകുന്ന ഞാനടക്കം, നമ്മളടക്കം എല്ലാവരും ഇവിടെ നിന്ന് പോരുമ്പോൾ, ഇവിടെ നിന്ന് വന്ന് പങ്കെടുത്ത് സിയാറത്ത് ചെയ്ത് പോകുമ്പോൾ, ഇത്തരം പ്രത്യേകിച്ച് ആണ്ട് നേർച്ചയിലൊക്കെ നമ്മൾ വർഷാവർഷം നടത്തുന്നത് തന്നെ അതൊരു സ്മരണക്കാണ്. മമ്പുറം തങ്ങളുടെ ജീവിതം, എല്ലാ കർമ്മമണ്ഡലങ്ങളും, തങ്ങളുടെ എല്ലാ മേഖലകളിലും, തങ്ങൾ പ്രവർത്തിച്ച എല്ലാ മേഖലകളും സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി എല്ലാവരെയും ചേർത്തു പിടിച്ചുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ, ഗുണകരമാകുന്ന രീതിയിൽ ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതമായിരുന്നു മമ്പുറം തങ്ങളുടേത്. ഞാൻ ദീർഘിപ്പിച്ച ചരിത്രത്തിലേക്ക് പോവുകയല്ല, ഇവിടെ ഇനിയും ഉസ്താദുമാർ സംസാരിക്കാനുണ്ട്. പക്ഷേ ഇവിടെ വൈദേശികാധിപത്യം വന്നപ്പോൾ, ബ്രിട്ടീഷ് ആധിപത്യം വന്നപ്പോൾ ചേറൂരിലും കൊടിഞ്ഞിയിലും തിരൂരങ്ങാടിയിലും വ്യത്യസ്ത സമയങ്ങളിലായിക്കൊണ്ട് വ്യത്യസ്ത രീതികളിൽ നമുക്ക് മുമ്പിൽ തങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും മാതൃകയാണ്. സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരിക്കലും ആത്മീയതയ്ക്ക് ഒരു തടസ്സമല്ല എന്ന് കാണിച്ചു തരുന്ന ഒരു ജീവിതം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും പലപ്പോഴും കരുതാറുണ്ട്, അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, അള്ളാഹുവിലേക്ക് എത്തുവാൻ നമ്മൾ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട്, അതല്ലെങ്കിൽ മറ്റ് നമ്മുടെ സഹോദരങ്ങളെ ഒന്നും ശ്രദ്ധിക്കാത്ത വിധത്തിൽ ജീവിതത്തിൽ ഒരു ഏകാന്തമായ ഒരു ജീവിതം നയിക്കേണ്ടതില്ല എന്ന് കാണിച്ചു തരുന്ന ജീവിതമാണ് മമ്പുറം തങ്ങളുടേത്. മറ്റു മാർഗങ്ങളില്ല എന്നല്ല, നേരെ മറിച്ച് മനുഷ്യനൊരു സാമൂഹിക ജീവിയാണെന്നുള്ള ഉത്തരവാദിത്തം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി മമ്പുറം തങ്ങൾ ഇവിടെ വൈദേശികാധിപത്യം വന്നപ്പോൾ സഹോദരങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി പോരാടിക്കൊണ്ട് ഒരു സമരനായകനാകേണ്ട സ്ഥലത്ത് മമ്പുറം തങ്ങളെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ ഒരു സമരനായകൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ മാത്രം പറ്റില്ല, ഒരു മതപണ്ഡിതൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് സമരനായകനാകേണ്ട സ്ഥലത്ത് മമ്പുറം തങ്ങൾ സമരനായകനായിട്ടുണ്ട്. ആത്മീയപരമായ നേതൃത്വം കൊടുക്കേണ്ട സ്ഥലത്ത് ഏറ്റവും വലിയ ഉന്നതിയിലുള്ള ആത്മീയ നേതാവായിട്ടുണ്ട് ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. എന്നാൽ ജനങ്ങൾക്ക് ആശാകേന്ദ്രമായി, ജനങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി മമ്പുറം തങ്ങൾ എല്ലാവരുടെയും പ്രശ്നപരിഹാര കേന്ദ്രമായി മാറാനും മമ്പുറം തങ്ങൾ അവരുടെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. വളരെ മനോഹരമായ, എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ആത്മീയത മമ്പുറം തങ്ങൾ നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാണ്.
അതായിരിക്കണം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ വിട്ടുപോകുമ്പോൾ, ഇവിടെ നിന്ന് സിയാറത്ത് ചെയ്ത്, ഇവിടെ നിന്ന് ദുആ ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത്തരം ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾ സാധിക്കണം. നമുക്കതിനുള്ള ഒരു ചിന്തയെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതുണ്ട്. ഞാൻ ആദ്യം ഈ പ്രഭാഷണം തുടങ്ങുന്ന സമയത്തിൽ, പ്രസംഗം തുടങ്ങുന്ന സമയത്ത് ഓതിയ ആയത്തിൽ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, തീർച്ചയായും അള്ളാഹു അതിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഇലാഹിയായ സഹായം മാറ്റങ്ങൾക്ക് വരണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ മാറ്റം കൊണ്ടുവരണം എന്നുള്ള ഒരു മഹത്തായ ആശയം റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ആ പ്രശ്നങ്ങളൊന്നും തങ്ങൾ ഇടപെടേണ്ട കാര്യങ്ങളല്ല എന്ന്, അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത പല പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് എന്നിട്ട് നമുക്ക് ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇടപെടാതെ അതിന് മറ്റുള്ള ആളുകളിലെ മേലിലേക്ക് പഴി ചാരുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് അള്ളാഹുവിൻ്റെ സഹായം ആ മാറ്റത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഓരോരുത്തരും നമ്മുടെ നെഫ്സിൽ നിന്ന് മാറ്റം കൊണ്ടുവരണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിലുള്ള പ്രവർത്തനമാകണം നമ്മളുടേത്. നിയ്യത്ത് നന്നാക്കിക്കൊണ്ട്, കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ട്, ഈ ദുനിയാവിൻ്റെ മാത്രമല്ല എല്ലാ ദുനിയാവുകളുടെയും എല്ലാ അർവാഹുകളുടെയും എല്ലാ ആലമുകളുടെയും സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ സംഘടിപ്പിച്ച, ഇവിടെ തന്ന ഒരു താളമുണ്ട്. ആ താളത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഫ്ലോ, ഒരു ഒഴുക്കുണ്ട്. ഈ ലോകത്തിലെ, ഈ ഭൂമിയിലെ, ഈ സർവ്വചരാചരങ്ങളുടെയും ഒഴുക്കാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്. ആ ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ, ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട്, ശരീഅത്ത് എന്ന് പറഞ്ഞ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്കും കൂടെ ജീവിതം മാറ്റിവെക്കണം എന്നുള്ള ഒരു മഹത്തായ ആശയം മമ്പ്രന്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുതന്നെയാണ് തങ്ങളുടെ ജീവിതവും. തങ്ങൾ വഫാത്തായി കഴിഞ്ഞ് ഇന്ന് 157 വർഷം കഴിഞ്ഞ് ഇന്നും നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ നിന്നുള്ള പ്രവർത്തനങ്ങളുടെ ഫലം ഇന്ന് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തുകയാണ്. എന്തോ ഒരു ഭംഗിയാണ് ആ കാഴ്ചക്ക്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, നേരെ മറിച്ച് അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോലും ആവശ്യക്കാരിലേക്ക് ഇവിടെ നിന്നുള്ള സഹായം എത്തുക എന്ന് പറയുമ്പോൾ അള്ളാഹു ഉയർത്തിയ ഇസ്സത്ത് എത്രത്തോളമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അത് മനസ്സിലാക്കിക്കൊണ്ട്, അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മമ്പ്രന്തങ്ങളെയൊക്കെ സ്നേഹിക്കുമ്പോൾ അള്ളാഹു തആല ഖുർആനിലൂടെ പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു തആല പറയുന്നു, അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഒരു ഭയവുമില്ല, ഒരു സങ്കടവുമില്ല, ഒരു ദുഃഖവുമില്ല എന്ന് അള്ളാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ചേർത്ത് പിടിച്ച ആളുകൾക്കും അത് തന്നെയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ചേർത്ത് പിടിച്ചാൽ ആ ഭയവും ആ സങ്കടവും ആ ദുഃഖവും ആ ഡിപ്രഷനും ഒന്നും ചേർത്ത് പിടിച്ച ആളുകൾക്കും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെയൊക്കെ ജീവിതത്തിൽ ചേർത്തുകൊണ്ട്, അവരുടെ ജീവിതത്തിൽ ചേർക്കേണ്ടത് അവരുടെ ജീവിതം കാണിച്ചു തന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ആ രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മമ്പ്രന്തങ്ങളെ കുറിച്ച് പഠിക്കണം. ഇവിടെ ദാറുൽ ഹുദക്ക് കീഴിലായിട്ടുകൊണ്ട് മമ്പ്രന്തങ്ങൾ ഹെറിറ്റേജ് സെന്റർ ഒക്കെ വന്നത് അതിനു വേണ്ടിയാണ്. തങ്ങളുടെ ജീവിതം പഠിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്ത് പല രീതിയിൽ പല പേരുകളിലായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന മാർഗം, അവിടുന്ന് താബിഈങ്ങൾ അങ്ങനെ നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഉലമാക്കളും ഉമറാക്കളും നമുക്ക് കാണിച്ചു തന്ന ഇസ്ലാമിനെ, ആശയാദർശങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് പല പേരുകളിലായിക്കൊണ്ട് ചില ആളുകൾ നിരീശ്വരവാദം എന്ന് പറഞ്ഞു വരും, ചില ആളുകൾ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞു വരും, ചില ആളുകൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞു വരും. അങ്ങനെ വ്യത്യസ്ത പേരുകളിലായിക്കൊണ്ട് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ചിഹ്നങ്ങളെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ, അവർക്കെതിരെ നമ്മൾ പോരാടേണ്ടത് അവരുടെ ഭാഷയിലോ അവരുടെ നാണയത്തിലോ അല്ല. നേരെമറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് കാണിച്ചു തന്നതാണ് ഖുർആൻ. ഒരു പുസ്തകമായിട്ട് വെറുതെ ഇറക്കി തന്നതല്ലല്ലോ, ജീവിച്ച് കാണിച്ചു തന്നതാണ്. ആ ജീവിതത്തിൽ സംവാദം കൊണ്ടല്ല, നേരെ മറിച്ച് നബി തങ്ങളുടെ ജീവിതം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഒരു സംസാരിക്കുന്ന മുസ്ലിമിലുപരി ഒരു ജീവിക്കുന്ന മുസ്ലിമായി മാറാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതിനുവേണ്ടിയാകണം നമ്മുടെ പ്രവർത്തനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന തിരുവാക്യം കൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. അല്ലാഹു തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജഹ ബറക്കത്ത് കൊണ്ട്, മമ്പ്രന്തങ്ങളുടെയും മറ്റമ്പിയാക്കൾ ഔലിയാക്കളുടെ ഹഖ് ജഹ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടട്ടെ. അതോടൊപ്പം ഈ മമ്പ്രന്തങ്ങളുടെ മഖാമിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്ന ഓരോ ആളുകൾക്കും, സഹോദരന്മാർക്കും അതിനേക്ക് സഹായിക്കുന്ന
നാട്ടുകാർക്കും എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം ഇഹപര ലോകത്തിൽ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.